സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കാരണം ലോണ്, പിന്നെ പലിശയ്ക്ക് എടുത്ത പൈസയൊക്കെ കൊടുക്കണമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് പലിശയൊക്കെ കൂടിയത്. 10-25 ലക്ഷം രൂപ വരെ കടമുണ്ട്. ലോണും എല്ലാം കൂടെ ബാങ്കിലും ഒക്കെ എല്ലാം കൂടെയൊക്കെ ഉണ്ട്. ആപ്പ് വഴി എടുത്തിരുന്നു, കൊച്ചിക്ക് എടുത്തിരുന്നു. എത്ര രൂപയെന്ന് എനിക്കറിയില്ല. അവൻ അടയ്ക്കണയൊക്കെ കാര്യങ്ങൾ അവർ വിളിക്കണയൊക്കെ അറിയാമായിരുന്നു. ഫോൺ വഴി എടുക്കുന്നത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. മക്കളെ ഇത് ഇങ്ങനെ എടുത്തത്, അപ്പം പറയും ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും. അതേ അറിയാവൂ. അത് നമ്മൾ ലോൺ വീട് വെച്ചപ്പോൾ അങ്ങനെ പൈസ എടുത്തായിരുന്നു. പിന്നെ അതൊക്കെ തന്നെ പൈസയിൽ എടുത്തത്. പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും എടുത്തില്ല. പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കടം കൂടിയത്. ലോൺ എടുത്തിട്ട് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട്. 44,000 രൂപ അന്നത്തെ ദിവസം അടയ്ക്കണമായിരുന്നു. അതിൽ ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ദിവസമാണ് കുഞ്ഞുമാരവിടെ ഞാൻ പോയത്. കുഞ്ഞുമാരവിടെ രാത്രി പോയപ്പം കുഞ്ഞു പൈസ തന്നില്ല. ഞാനും മോനും ഇവിടെ തിരിച്ച് വരികയാണ് ചെയ്ത് രാത്രിയായപ്പോൾ. രാത്രി പോയിരുന്നു. തിരിച്ച് വിളിച്ചൊന്നുമില്ല. ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു. 2 മണിക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ പിന്നെ 11:30 ആയപ്പോഴേ ഈ സംഭവം നടന്നു തോന്നണം. എനിക്കറിയാൻ വയ്യ, ഓർമ്മയില്ല. അങ്ങനെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യമാണ് ഓർമ്മ ഉള്ളത്. എൻ്റെ അടുത്ത് തോന്നിയതാ? അമ്മ അടുത്ത് പോയിരുന്നു. അപ്പം അത് പൈസ കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യമായിരിക്കും. അങ്ങനെ ആരും വിളിച്ചൊന്നുമില്ല. ഇത് പറഞ്ഞായിരുന്നു, ഇത് ലോണുകാർ വിളിച്ചായിരുന്നു. തലേ ദിവസം വിളിച്ച് പിറ്റേന്നും വിളിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി 12 മണിക്ക് വീട്ടിൽ വന്നത്. പിന്നെ മറ്റൊന്ന് കൊച്ചുമോനെ സ്കൂളിൽ അയച്ചു ഞാൻ. പിന്നീടുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒന്നും ഓർമ്മയില്ല.